ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇവനാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ താരം. നല്ലൊരു അടിപൊളി ഹെർബൽ ഡൈ ആണിത്. ഒരല്പം പോലും കെമിക്കൽ ചേർന്നിട്ടില്ല എന്നുള്ളത് ഞാൻ എന്താ കയ്യൊക്കെ ഇട്ട് ഇതുപോലെ വാരി ഇളക്കണാകുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും അതിൻ്റെ ഗുണങ്ങളൊക്കെ വഴിയാ പറയാം. എല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് മാത്രം ഇത് ട്രൈ ചെയ്യാവൂ കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ എടുത്ത് പറയണത്. അപ്പോൾ ഇതിന് വേണ്ടി നമ്മളൊരു മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മൺചട്ടി ഇല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയോ അങ്ങനെ എന്തെങ്കിലും കട്ടിയുള്ളൊരു ചട്ടി വെക്കുക. അലുമിനിയം ഒക്കെ ഒഴിവാക്കണതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉണക്ക നെല്ലിക്കയാണ്. അപ്പോൾ ഇത് നമുക്ക് നെല്ലിക്ക ഉണക്കി എടുത്താലും കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമരുന്നുകളൊക്കെ വാങ്ങണ അങ്ങാടി കടയൊക്കെ ഉണ്ടാവില്ലേ, അവിടെ നിന്നൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്താൽ പോലെ നല്ല രീതിയിൽ തന്നെ നല്ലൊരു ബ്ലാക്ക് കളറിൽ കിട്ടണം. അപ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടിയും കുറച്ചുമൊക്കെ വെച്ച് ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആളാകെ മാറിപ്പോയല്ലേ, നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇട്ടപ്പോൾ കുറച്ചുണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഈ ചട്ടി നിറയെ ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇതിനെ വറുത്തൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്ത ആളെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അടുത്ത ആൾ നമുക്ക് വേണ്ടത് ചിരട്ടക്കരിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഒന്നുകിൽ ഇതുപോലെ അടുപ്പിലിട്ടിട്ട് കത്തിയിട്ട് പകുതി ആകുമ്പോൾ എടുത്ത് എങ്ങോട്ടെങ്കിലും മാറ്റി വെച്ചിട്ട് അവിടെ ഇരുന്ന് കത്തി തീരുമ്പോൾ നമുക്കിതിൻ്റെ ചിരട്ടക്കരി കിട്ടും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴയ മൺചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചിരട്ടയിട്ട് കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കനൽ കിട്ടും കേട്ടോ. അപ്പോൾ കനലൊന്ന് കെട്ട് വരുമ്പോൾ നമുക്ക് നല്ല കറുത്ത നിറത്തിലുള്ള ഒരു ചിരട്ടക്കരി കിട്ടും. അപ്പോൾ ഇത് മാത്രമല്ല, വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾക്ക് ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ നെല്ലിക്കയൊക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി പൊടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ചിരട്ടക്കരിയുടെ ഗുണങ്ങളും നെല്ലിക്കയുടെ ഗുണങ്ങളൊന്നും പ്രത്യേകം പറഞ്ഞു തരണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ചിരട്ടക്കരി നമ്മൾ പല ടൂത്ത് പേസ്റ്റിൽ പോലും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ആക്ടിവേറ്റഡ് ചാർക്കോൾ എന്ന് പറഞ്ഞിട്ട് ഫേസ് പാക്കിലും അതുപോലെ നമ്മുടെ സോപ്പിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മുടിക്കും വളരെ നല്ലതാണ്. ജസ്റ്റ് ഒന്ന് മുടി കറുപ്പിക്കുക മാത്രമല്ല, പുതിയ വരുന്ന മുടികൾക്ക് ആരോഗ്യം കൊടുക്കാനും അകാലനരയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പുതിയ മുടികൾ നിരക്കണത് പതുക്കെയാവും കേട്ടോ. ഈ ഒരു പരുവത്തിൽ പൊടിഞ്ഞ് കിട്ടണം. അപ്പോൾ മിക്സിയിൽ നന്നായിട്ട് പൊടിഞ്ഞില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് എടുക്കണത് കുറച്ചും കൂടി നല്ലതായിരിക്കും. എങ്കിൽ മാത്രമേ നമ്മളിതൊക്കെ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പിടിച്ചിരിക്കുള്ളൂ മുടിമേൽ. ഇനി ഇതുപോലെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഓരോ കുപ്പികളിൽ ഇങ്ങനെ എയർടൈറ്റായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം കേടാവാതിരിക്കും. നമുക്കിത് ഓരോ തവണ ഉപയോഗിക്കുമ്പോഴും ഇതിൽ നിന്ന് എടുക്കാനും എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ചിരട്ടക്കരി മറ്റു പല ഉപയോഗങ്ങൾക്കും നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് ഇത് സെപ്പറേറ്റ് ഇതുപോലെ സൂക്ഷിക്കണത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ഇതിലേക്ക് ഇനിയും ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് വഴിയെ കാണിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ടീസ്പൂണിൽ 2 ടീസ്പൂൺ ചിരട്ടക്കരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതേ അളവിൽ തന്നെ നെല്ലിക്കയുടെ പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇത് 2 രീതിയിൽ ഉണ്ടാക്കാം. ഇൻസ്റ്റൻ്റ് ആയിട്ടും ചെയ്യാം, അതല്ലാണ്ട് ഇതുപോലെ ഇരുമ്പ് പാത്രത്തിൽ നമ്മൾ ഹെന്നയൊക്കെ മിക്സ് ചെയ്യണ പോലെ ചെയ്യാം. അപ്പോൾ അതിലേക്ക് നമ്മൾ നീലാമരിയാണ് ചേർക്കുന്നത്. നീലാമരിയുടെ പൊടി 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് അപ്പോൾ തന്നെ ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തലയിൽ പുരട്ടി കൊടുക്കുന്ന ഒരു മെത്തേഡാണ്. പക്ഷേ അതിനേക്കാൾ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ഉണ്ടാവുന്ന ഒരു രീതിയാണ് നമ്മൾ ഇന്ന് ചെയ്യണത്. അതായത് നമ്മൾ ഹെന്നയൊക്കെ മിക്സ് ചെയ്യണ പോലെ ചായയിലെ വെള്ളമൊക്കെ ഒഴിച്ച് ഇരുമ്പ് പാത്രത്തിൽ തലേദിവസം രാത്രി ഇത് മിക്സ് ചെയ്ത് വെക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും നമ്മളിത് തലയിൽ ഉപയോഗിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി മുടിയുടെ ഹെൽത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ ഇതുപോലെ തന്നെ ചെയ്യുക. അല്ലാത്തവരാണെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്പോൾ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ രണ്ടിനും റിസൾട്ട് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒരു ഫോമിലാണ് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ചായല വെള്ളം ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് നമ്മൾ കഴിഞ്ഞ ഹെന്ന വീഡിയോയിൽ കാണിച്ച പോലെ ചായല മാത്രം ഇട്ടാൽ മതി. അതിൽ വേറെ കുറച്ചും കൂടി സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുണ്ടാവും. അത് നമ്മൾക്ക് ഹെന്നയ്ക്ക് മാത്രമേ ആവശ്യമുള്ളൂ. ഈ ഡൈ ഉണ്ടാക്കാൻ വെറുതെ ചായല മാത്രം ഇട്ടിട്ടുള്ള വെള്ളം മതി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മൾ ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും കൂടി ഇതുപോലെ ഇപ്പോൾ ഒരു കൺമഷിയുടെ രൂപത്തിലേക്കാണ് ഇതായിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒന്നുകില്ലെങ്കിൽ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുക. കുറച്ചെന്ന് പറയുമ്പോൾ 1 ടീസ്പൂൺ മതിയാവും കേട്ടോ, അതിനേക്കാൾ കൂടുതൽ വേണ്ട. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ തൈര് കയ്യിലില്ലാത്തതുകൊണ്ട് തൈര് ചേർക്കണില്ല. കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണുള്ളൂ. അപ്പോൾ തൈര് ചേർക്കുന്നവർക്ക് പിന്നെ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. തൈര് ചേർക്കുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് ലൂസായി വരും. പിന്നെ നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാനുള്ള ആ ഒരു ഫോമിലാവുമ്പോൾ നമുക്ക് നിർത്താം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരിച്ചിട്ട് എടുക്കുക. എനിക്ക് കുറച്ചും കൂടി തരികളുണ്ട് ഇതിൽ, അത്ര പോലും തരികളില്ലാതെ നല്ല ഫൈൻ പൗഡറായിട്ട് അരിച്ച് വെക്കാലാണ് നമുക്ക് കുറച്ചും കൂടി ഈ പുരട്ടാൻ സമയത്ത് എളുപ്പമുണ്ടാവുക.
പിന്നെ ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ കഴിഞ്ഞ ദിവസം ഹെന്ന ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെന്ന ചെയ്തതിന് ശേഷം പിന്നെ എണ്ണയോ സോപ്പോ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യാതെ വെറുതെ ഒന്ന് കഴുകിയതിന് ശേഷം ഡ്രൈ ആയിട്ടുള്ള മുടിയാണ് പിറ്റേ ദിവസം ഈ കാണുന്നത് കേട്ടോ. പിന്നെ ഇതിലൊന്നും നമ്മൾ ഈ ഡൈ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് പുരട്ടാൻ പാടില്ല. എന്നെങ്കിൽ മാത്രമേ ഈ ഡൈയുടെ കളറൊക്കെ നമ്മുടെ ഈ മുടിയിൽ പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഹെന്നയുടെ കളറിൽ ഒരു മുടിയൊക്കെ ബ്രൗൺ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഡൈ ഒന്ന് പുരട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ കെമിക്കലൊന്നും ഇല്ല, ഞാൻ കൈയിട്ട് വാരി തന്നെയാണ് തേച്ച് കൊടുക്കുന്നത്. നിങ്ങളെങ്ങനെയാണോ നിങ്ങൾക്ക് ഡൈ പുരട്ടാൻ നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ളത് എങ്ങനെയാണോ അതുപോലെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഏത് ഭാഗത്തുള്ളത് ചിലർക്കത് തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചീപ്പ് വെച്ചിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഞാനിപ്പോൾ പുറം ഭാഗത്താണ് കൂടുതൽ നരയുള്ളത്, അതുകൊണ്ടാണ് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഉള്ളിൽ നരയുള്ളവർ ചീപ്പൊക്കെ വെച്ചിട്ടൊന്ന് കോംബ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. നഖത്തിലൊക്കെ കരിയാവാതിരിക്കണമെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്യണം കേട്ടോ. കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല. പിന്നെ ഇതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു കവറോ എന്തെങ്കിലും ഹെന്ന ക്യാപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. 1 മുതൽ 2 മണിക്കൂർ വരെയും വെച്ചതിന് ശേഷമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് വെറുതെ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി. തീരെ സമയമില്ലാത്തവർ ഏറ്റവും കുറഞ്ഞത് ഒരു 45 മിനിറ്റെങ്കിലും ഇത് വെക്കണം. പിന്നെ സാധാരണ കെമിക്കൽ ഡൈ പോലെ ഇത് ഒറ്റ യൂസിലൊന്നും മുഴുവൻ ബ്ലാക്ക് ആവുമൊന്നുമില്ല കേട്ടോ. നമ്മൾ ആഴ്ചയിൽ 2-3 തവണ സ്ഥിരമായിട്ട് 4 മാസമെങ്കിലും ഉപയോഗിക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റുള്ളൂ. ഒറ്റ യൂസിൽ തന്നെ മുടിയുടെ ടെക്സ്ചറൊക്കെ മാറുന്നതും മറ്റുള്ള മുടികൾക്കൊക്കെ ഒരു എക്സ്ട്രാ ബ്ലാക്ക് കളർ വന്നതുപോലെയൊക്കെ തോന്നും. അതല്ലാതെ നമുക്ക് ഒറ്റ യൂസിൽ എല്ലാം മുടി അങ്ങോട്ട് കറുപ്പിച്ചെടുക്കാനൊന്നും പറ്റില്ല. പിന്നെ ഹെന്നയുടെ ആ ഒരു കളർ പോകുന്നതനുസരിച്ച് നമ്മൾ മാസത്തിൽ 1-2 തവണ മുടിയിൽ ഹെന്ന ചെയ്ത് കൊടുക്കണം. കെമിക്കൽ ഡൈ നമ്മൾ യൂസ് ചെയ്യും തോറും പല പല ഇറിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ടാവുമെന്ന് മാത്രമല്ല അടുത്തടുത്ത മുടികൾ കൂടുതൽ പെട്ടെന്ന് തന്നെ നരക്കുന്നത് ശ്രദ്ധിക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു ഡൈ ആണെങ്കിൽ നമുക്ക് നമ്മൾ ഇതുപോലെ തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ മുടി പതിയെ പതിയെ ആണെങ്കിലും കറുപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഏതായാലും ഇതൊന്നും ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം സഫീസം ഡയറി.